ന്യൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 31 ലോകമാകെ പുതുവത്സര പിറവി ആഘോഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യയിൽ ആയിരക്കണക്കിന് യുവതൊഴിലാളികൾ ഗിഗ് വർക്കേഴ്സ് ഒരു സമരമുഖത്തായിരുന്നു. സൊമാറ്റോ, സ്വിഗ്ഗി, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ബ്ലിങ്കിറ്റ്, സെപ്റ്റോ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്നവരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ സമരം നടത്തിയത്. അടിസ്ഥാന തൊഴിലവകാശങ്ങൾ, സുരക്ഷ, തൊഴിലിലെ അന്തസ് എന്നിവ ഉയർത്തിപ്പിടിച്ചായിരുന്നു അവരുടെ സമരം. ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ആപ്പ് ബേസ്ഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ, തെലങ്കാന ഗിഗ് വർക്കേഴ്സ് ഫെഡറേഷൻ തുടങ്ങി വിവിധ സംഘടനകളാണ് അന്ന് സമരത്തിന് ആഹ്വാനം ചെയ്തത്. 3 ലക്ഷത്തോളം ഗിഗ് തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തുവെന്നാണ് അവർ അവകാശപ്പെടുന്നത്. രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെയായിരുന്നു അവരുടെ സമരം. കർണാടകത്തിലും തമിഴ്നാട്ടിലുമെല്ലാം സമരങ്ങൾ നടന്നു. എന്നാൽ അടിസ്ഥാന തൊഴിലവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സമരം പക്ഷേ കേരളത്തിൽ നടന്നില്ല. പുതുവത്സരത്തലേന്ന് സമരം ചെയ്യുന്നതിനോട് യോജിപ്പില്ല എന്നാണ് കേരളത്തിലെ ഗിഗ് വർക്കേഴ്സ് മേഖലയിൽ യൂണിയനുകളുള്ള CITUവും AITUCയും വിശദീകരിച്ചത്. അതുകൊണ്ട് കൂടിയാകണം കേരളത്തിൽ പുതുവത്സര ആഘോഷത്തിൻ്റെ ആരവങ്ങളിൽ ഈ തൊഴിലാളികളുടെ ശബ്ദവും മുങ്ങിപ്പോയി. നമ്മുടെ വീട്ടുപടിക്കൽ പതിവ് പോലെ ഓർഡർ ചെയ്ത വിഭവങ്ങൾ മുടക്കമില്ലാതെ ലഭിച്ചു. അവരുടെ സമരവും ആവശ്യങ്ങളും മാധ്യമങ്ങളോ സാമൂഹിക മാധ്യമങ്ങളോ ഒന്നും കാര്യമായി ചർച്ച ചെയ്തില്ല. രാഷ്ട്രീയ പാർട്ടികളോ തൊഴിലാളി സംഘടനകളോ അവരെ കാര്യമായി പിന്തുണച്ചില്ല. ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിലും അവർ പലയിടത്തും സമരങ്ങൾ നടത്തിയിരുന്നു, ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. അതിൻ്റെ തുടർച്ചയായിരുന്നു 31 സമരം. ജൻസി പ്രക്ഷോഭങ്ങൾക്ക് അകമഴിഞ്ഞ പിന്തുണ നൽകുന്ന സോഷ്യൽ മീഡിയയിലും ഗിഗ് വർക്കേഴ്സിൻ്റെ പുതുവത്സര സമരത്തിന് വലിയ പ്രചാരണം നൽകിയില്ല. അവരുടെ സംഖ്യ ഒട്ടും ചെറുതല്ല. പക്ഷേ ഇന്ത്യയിൽ ഏകദേശം 12 ദശലക്ഷത്തോളം പേർ ഈ മേഖലയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. 20-21 വർഷത്തിൽ 7.7 ദശലക്ഷമായിരുന്നു ഗിഗ് വർക്കേഴ്സിൻ്റെ എണ്ണം. ഗിഗ് സമ്പദ് വ്യവസ്ഥയും ബിസിനസ് സംരംഭങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇവരുടെ എണ്ണം 23.5 ദശലക്ഷം അഥവാ 2.35 കോടിയായി വളരുമെന്നാണ് നീതി ആയോഗ് കണക്കുകൂട്ടുന്നത്. പുതിയ കാലത്ത് അവഗണിക്കാൻ കഴിയാത്ത ഒരു യുവ തൊഴിൽ ശക്തിയാണ് ഗിഗ് വർക്കേഴ്സ് എന്ന് ചുരുക്കം. സമരത്തിൽ അവരുന്നയിച്ച ആവശ്യങ്ങളും അവഗണിക്കാൻ പാടില്ലാത്തതാണ്. അപകടകരമായ തൊഴിൽ സാഹചര്യമാണ് അവരെ സമരത്തിന് പ്രേരിപ്പിച്ച ഒരു കാരണം. ലഭിക്കുന്ന 10 മിനിറ്റിനുള്ളിൽ ഓർഡർ വിതരണം ചെയ്യണമെന്ന നിർബന്ധം ഡെലിവറി ചെയ്യുന്നവരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നുവെന്ന് അവർ പറയുന്നുണ്ട്. യാതൊരു സുരക്ഷിതത്വവുമില്ല. സൊമാറ്റോയിലോ സ്വിഗ്ഗിയിലോ ഓർഡർ ചെയ്ത ഭക്ഷണമോ മറ്റ് സാധനങ്ങളോ ഗതാഗതക്കുരുക്കുകളും മോശം റോഡുകളും ഉപഭോക്താക്കളുടെ സമ്മർദ്ദങ്ങളുമെല്ലാം മറികടന്ന് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്, പലർക്കും പരിക്കേൽക്കുന്നുണ്ട്. എന്നാൽ അപകടം സംഭവിച്ചാൽ ഓർഡർ സ്വീകരിച്ച് ലാഭമുണ്ടാക്കുന്ന കമ്പനികൾ ഒരു സംരക്ഷണവും നൽകാതെ കൈ കഴുകുന്നു. അപകട ഇൻഷുറൻസോ നഷ്ടപരിഹാരമോ നൽകാൻ കമ്പനികൾക്കൊരു ബാധ്യതയുമില്ല. അപകടകരമായ 10 മിനിറ്റ് ഡെലിവറി സമ്പ്രദായം നിർത്തണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും എപ്പോൾ വേണമെങ്കിലും പുറത്താക്കപ്പെടുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. മിനിമം വേതനമെന്ന തൊഴിൽ വേതന സങ്കല്പവും ഇവർക്ക് ബാധകമല്ല. ഡെലിവറി പ്ലാറ്റ്ഫോമുകളുടെ അൽഗോരിതമാണ് അവരുടെ ഒരു ദിവസത്തെ വേതനം നിർണ്ണയിക്കുന്നത്. പലപ്പോഴും ശമ്പളം ഏകപക്ഷീയമായി വെട്ടിക്കുറയ്ക്കുന്നു. കോവിഡ് കാലത്ത് വീടുകളിൽ മരുന്നുകളും ഭക്ഷണവും എത്തിച്ചിരുന്നത് അവരായിരുന്നു. അപകട ആരോഗ്യ ഇൻഷുറൻസോ മറ്റ് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളോ ഇവർക്ക് ലഭിക്കുന്നില്ല. മറ്റ് പല രാജ്യങ്ങളിലും ഇതെല്ലാം അനുവദിക്കുന്നുണ്ടെന്നാണ് നീതി ആയോഗ് തന്നെ പറയുന്നത്. ആരാണ് ഗിഗ് തൊഴിലാളികൾ? 2000 ശേഷമാണ് ഗിഗ് തൊഴിലാളികൾ എന്ന പ്രയോഗം സജീവമായി ഉയർന്നു കേട്ടത്. ഇൻ്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും ലോകത്ത് വളർന്നു വരുന്ന ഒന്നാണ് ഗിഗ് എക്കോണമി. അതിൻ്റെ ഭാഗമായ സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും സേവനങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന കാലാൾപ്പടയാണ് ഗിഗ് തൊഴിലാളികൾ എന്ന് പറയാം. വ്യവസായ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണവും മരുന്നും മറ്റ് സാധനങ്ങളും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ
ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ആമസോണും സൊമാറ്റോയും സ്വിഗ്ഗിയും ഫ്ലിപ്കാർട്ടും എല്ലാം ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ചെയ്യുന്നത്. ഉൽപ്പാദകനും ഉപഭോക്താവിനും ഇടയിലുള്ള ഇടനിലക്കാരായ പ്ലാറ്റ്ഫോമുകളാണ് ഇവ. ഊബറും ഒലയും പോലുള്ളവ ഓൺലൈൻ വഴി യാത്രക്കാരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നു. ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും അടിസ്ഥാനമാക്കി ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലെ പോലെ അനുദിനം വളരുന്ന സംരംഭങ്ങളും സമ്പദ് വ്യവസ്ഥയുമാണ് ഇന്ത്യയിലും ഗിഗ് മേഖല. സേവനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നവരാണ് ഗിഗ് വർക്കേഴ്സ്. നമ്മുടെ രാജ്യവും കേരളവും കൂടുതൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗിഗ് വർക്കേഴ്സും അവരുടെ സേവനങ്ങളും അനിവാര്യമാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന അസംഘടിത തൊഴിൽ ശക്തിയാണവർ. നമ്മുടെ മക്കളും ചെറുമക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഗിഗ് വർക്കേഴ്സ് മേഖല. അവരുടെ തൊഴിലും ജീവിതവും പക്ഷേ ഒട്ടും സുരക്ഷിതമല്ല എന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ്. സ്വതന്ത്ര തൊഴിലെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഒട്ടും സ്വതന്ത്രമല്ല എന്നാണ് ആ ജോലി ചെയ്യുന്നവർ പറയുന്നത്. അവർക്ക് വേണ്ട സുരക്ഷയും ആനുകൂല്യങ്ങളും സാമൂഹിക അന്തസ്സും ഉറപ്പാക്കുന്നതിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ പരാജയപ്പെടുന്നു. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന നിയമപരമായ സുരക്ഷ പോലും അവർക്ക് ലഭിക്കുന്നില്ല. അതിനാൽ സ്വതന്ത്ര പാർട്ട്ണർ പദവിയല്ല, തൊഴിലാളി എന്ന സുരക്ഷിതത്വമാണ് വേണ്ടതെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ കൈ നനയാതെ മീൻ പിടിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ലാഭക്കൊതി കൂടുമ്പോൾ തൊഴിലാളികൾ അരക്ഷിതരായി മാറുന്നു, ചൂഷണം ചെയ്യപ്പെടുന്നു. അവരെ സംരക്ഷിക്കുന്നതിൽ സർക്കാരുകളും വീഴ്ച വരുത്തുന്നു. തൊഴിൽ നിയമങ്ങൾ അവരെ തുണയ്ക്കുന്നില്ല. ഈ അനിശ്ചിതത്വവും ആശങ്കകളുമാണ് അവരെ സമരത്തിലേക്ക് തള്ളിവിട്ടത്. കേരളത്തിന് പുറത്ത് പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെയും സേവനങ്ങൾ ഡിസംബർ 31 ഭാഗികമായെങ്കിലും തടസ്സപ്പെട്ടു. ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ദിവസം തന്നെ അവർ സമരത്തിനായി തിരഞ്ഞെടുത്തത് സാമ്പത്തിക നഷ്ടവും തൊഴിൽ ഭീഷണിയും മുന്നിൽ കണ്ട് തന്നെയാണ്. സമരം പരാജയപ്പെട്ടുവെന്നാണ് സൊമാറ്റോ CEO ദീപീന്ദർ ഗോയൽ അവകാശപ്പെട്ടത്. പുതുവത്സരത്തലേന്ന് ഒറ്റ ദിവസത്തെ റെക്കോർഡ് ഡെലിവറിയാണ് സൊമാറ്റോയും ബ്ലിങ്കിറ്റും നടത്തിയതെന്നും അദ്ദേഹം പറയുന്നു. 43 ലക്ഷം ഉപഭോക്താക്കൾക്ക് അന്നേ ദിവസം 75 ലക്ഷം ഓർഡറുകൾ ഡെലിവറി ചെയ്തുവെന്നും അതിന് നിയമപാലകരുടെ സഹായം കിട്ടിയെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. ശരിയായിരിക്കാം. അസംഘടിതരായ തൊഴിലാളികൾ നടത്തിയ സമരം ഭാഗികമായിരിക്കാം. അന്ന് ജോലി ചെയ്തവർക്ക് കൂടുതൽ ഇൻസെൻറ്റീവും ആനുകൂല്യങ്ങളും നൽകിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ തൊഴിലാളികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഹരിക്കാൻ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ദീപീന്ദർ പറയുന്നില്ല. അത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നോ ചർച്ച നടത്തുമെന്നോ സർക്കാരുകളും നമ്മോട് പറഞ്ഞില്ല. പുതിയ ലേബർ കോഡുകളിലൂടെ തൊഴിലവകാശങ്ങൾ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്ന് അത് പ്രതീക്ഷിക്കാനും കഴിയില്ല. എങ്കിലും തൊഴിലെടുക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ, സാമൂഹിക അന്തസ്സ്, സുരക്ഷ, നിയമസംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടി നടത്തുന്ന സമരമെന്ന നിലയിൽ ഗിഗ് വർക്കേഴ്സ് നടത്തിയ സമരത്തിന് വളരെ പ്രസക്തിയുണ്ട്. താരതമ്യേന അസംഘടിതരായ ഈ തൊഴിലാളികൾ നടത്തിയ സമരം അവകാശങ്ങൾക്കും സാമൂഹിക അന്തസ്സിനും വേണ്ടിയുള്ള സമരങ്ങളുടെ പുതുവർഷപ്പിറവിയാണ്.